ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഒരു സഹപാഠി തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നൊരു വാർത്ത വരുന്നു. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായ സാവരിയ ആണ് മരിച്ചത്. സഹപാഠി പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അറസ്റ്റിലായിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. സാവരിയുടെ മൃതദേഹം ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഞെട്ടിക്കുന്ന വിവരമാണ്. സഹപാഠി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്, അതും മലയാളിയായ സഹപാഠിയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് സംഭവിച്ചത് മനീഷ്? അരുൺകുമാർ, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണ് ഇതിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച രാവിലെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ രണ്ടുപേരും. അന്ന് ശനിയാഴ്ച രാവിലെ ഹോസ്റ്റലിൽ ചില വാക്ക് തർക്കം ഈ സാവരിയെയും ഒപ്പം തന്നെ സഹപാഠിയായിട്ടുള്ള പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള സദറുൽ അനം 23 വയസ്സാണ്, പെൺകുട്ടി 22 വയസ്സാണ്. ഇവർ തമ്മിൽ ചില വാക്ക് തർക്കമുണ്ടായി. വാക്ക് തർക്കത്തിനൊടുവിൽ ഹോസ്റ്റൽ മുറിയിലെത്തി തന്റെ ലാപ്ടോപ്പ് കൊണ്ട് ഈ സഹപാഠിയായ സാവരിയ ബാസന്തിന്റെ തലക്കടിക്കുകയായിരുന്നു. രാവിലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അടിയേറ്റ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വൈകുന്നേരമായപ്പോൾ സാവരിയ മരിച്ചു, കൊല്ലപ്പെട്ടു. ഇപ്പോഴിതാ പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള സദറിനെ ശനിയാഴ്ച തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയാണ്. ഞായറാഴ്ച തന്നെ വിവരങ്ങൾ ഏകദേശം പുറത്തു വന്നതാണ്. പക്ഷേ ഇത് ഹരിപ്പാടോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള പോലീസോ ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇന്നലെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സംഭവം ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഔദ്യോഗികമായി അറിയിച്ചത്. അതിനുശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ അനിയത്തിയുടെ സഹോദരൻ ദുബായിലാണുള്ളത്. ദുബായിൽ നിന്നും വിസ എടുത്ത് ഉസ്ബെക്കിസ്ഥാനിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി ഇപ്പോഴിതാ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഹരിപ്പാടേക്ക് എത്തിക്കും. 2 വർഷങ്ങൾക്ക് മുൻപാണ് മെഡിക്കൽ പഠനത്തിന് വേണ്ടി സാവരിയ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയത്. അതിനുശേഷം എല്ലാ ദിവസവും വീഡിയോ കോൾ വഴി ബന്ധുക്കളെയും അമ്മയും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നതാണ്, അവരെ വീഡിയോ കോൾ ചെയ്തിരുന്നതാണ്, കണ്ടിരുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ശനിയാഴ്ച ഇങ്ങനെ സംഭവത്തിന് ശേഷം പെൺകുട്ടിയെ കണ്ടിരുന്നില്ല. പരീക്ഷ ആയതുകൊണ്ട് പഠിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ പെൺകുട്ടി വീട്ടിലേക്ക് വിളിക്കാറില്ലായിരുന്നു. അങ്ങനെ ആണെന്ന് കരുതി. പക്ഷെ ഹോസ്റ്റലിൽ വിളിച്ചിട്ടും ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അവിടെ നിന്ന് തയ്യാറായില്ല. പിന്നീടാണ് അവിടെ നിന്ന് ഔദ്യോഗികമാണ് പോലീസ് പിന്നീട് ഞായറാഴ്ച സൂചന നൽകി. ഇന്നലെയാണ് ഔദ്യോഗികമായി ഈ കാര്യം കുടുംബത്തെ അറിയിച്ചത്. ഇന്ന് വൈകിട്ട് ഹരിപ്പാട് വീട്ടിലേക്ക് എത്തിക്കും. സാധാരണ കുടുംബമാണ്, വലിയ പണിപ്പെട്ടാണ് പണമൊക്കെ ഉണ്ടാക്കി അവരെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിച്ചത്. എന്താണെങ്കിൽ ഈ സഹപാഠി പെരിന്തൽമണ്ണ സ്വദേശി 23-കാരൻ വാക്ക് തർക്കത്തെ തുടർന്നാണ് ഹോസ്റ്റൽ മുറിയിലെത്തിയാണ് ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. വൈകിട്ടോടെ പെൺകുട്ടി മരിച്ചു, കൊല്ലപ്പെട്ടു. എന്താണെങ്കിലും ഈ സ്വദേശി പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള സദറുൽ അനം ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അരുൺകുമാർ, ഓക്കെ, വാക്ക് തർക്കമാണ് ഇവർ തമ്മിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. സാവരിയ എന്ന ഒരു കുട്ടിയാണ്. എത്രയോ കുട്ടികളല്ലേ ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ സാവരിയെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടാവുക. 2 വർഷമായി അവിടെ പഠിക്കുകയാണ്. പഠിച്ച് മിടുക്കിയായി ഈ MBBS ഒക്കെ പൂർത്തിയായി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടറായിട്ട്, അതിൻ്റെ പ്രേക്ഷകരേതുപോലെ തുല്യതാ പരീക്ഷയൊക്കെ പാസ്സായാൽ ഇവിടെ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാം. അങ്ങനെ പ്രതീക്ഷകളോടുകൂടി വിട്ടതാണ്. പക്ഷേ ഒരു വാക്ക് തർക്കത്തിൻ്റെ പുറത്ത് ഈ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത്ര കഷ്ടമായി പോയി. ആ കുട്ടിയുടെ ജീവിതവും പോയി, തലക്കടിച്ചവൻ്റെ ആ കുട്ടിയുടെ ജീവിതവും പോയി. ആലോചിച്ച് നോക്കൂ, പെട്ടെന്നുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണമായിരിക്കും. പക്ഷേ അന്യനാട്ടിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ്. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് മനീഷ് മഹിപാൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആനയും കടുവയും എല്ലാം വന്നു, PV അൻവറിനെ മാത്രം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരു വരവ് PV അൻവർ വരും.